ഹായ് ഹലോ, ഞാനിന്ന് റെസിപ്പി ആയിട്ടിട്ട് വന്നിട്ടുള്ളത് ഇത്രയും എൻ്റെ അടുത്തുള്ള ചക്കക്കുരുവാണ്. അത് ഞാൻ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ആ ബ്ലാക്ക് തൊലി ഞാൻ കളയണില്ല കേട്ടോ, ബ്രൗൺ കളറുള്ള. കാരണം അതിലൊരുപാട് ഫൈബറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതാണല്ലോ. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല. മുകളിലുള്ള കട്ടിയുള്ള തൊലി കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 2 ഏലക്കായും ഇട്ടിട്ട് ഇത്രയും കുരുവിനെ ഒന്ന് ഞാൻ മിൽക്ക് മെയ്ഡും ഒത്തിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓവർ മധുരമൊന്നുമില്ല, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നല്ല രീതിക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിത് മധുരമൊക്കെ നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇനി പഞ്ചസാര ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3-4 ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈത്തപ്പഴം ചക്കക്കുരു ഷെയ്ക്കായിട്ട് ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ കട്ടപ്പാലില്ലാത്തതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടാണ് അടിക്കണത്. നല്ല രീതിക്ക് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലാക്കിയിട്ട് ഇതിനെ നല്ല രീതിക്ക് ജ്യൂസാക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു എന്താ പറയുക, ഒരു ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കസ്കസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ചക്കക്കുരു ഈത്തപ്പഴം ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.